അങ്കണവാടികളിലെ 3 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള 44 അങ്കണവാടികളിലെയും കുട്ടികളെയും ഉൾപ്പെടുത്തിയുള്ള അങ്കണവാടി കലോത്സവം ശലവോത്സവം 2025 കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പാരിപ്പള്ളി റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഡി സുഭദ്രാമ്മ സ്വാഗതം പറഞ്ഞു. നമ്മളെ കുഞ്ഞുങ്ങൾ ശലഭങ്ങളെ പോലെ ആടിയും പാടിയും കളിച്ചും ചിരിച്ചുമൊക്കെ രാവിലെ മുതൽ ഇവിടെ എന്തായിരുന്നു അവർ വേദി പങ്കിട്ടത്. ആ വേദിക്കൊപ്പം നമ്മളെ കുഞ്ഞുങ്ങൾ ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ആട്ടവും പാട്ടും കളിയും ചിരിയുമായിട്ടൊക്കെ എല്ലാവരും നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു. അതോടൊപ്പം നമ്മുടെ ഈ കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-25 വർഷക്കാലത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കലോത്സവവും അംഗൻവാടി കലോത്സവമാണ് ഇവിടെ ഇന്നലെ ഇന്നുമായി നടന്നത്. കാരണം നമ്മുടെ അംഗൻവാടി എന്ന് പറയുമ്പം പണ്ട് കാലത്തൊക്കെ നമുക്ക് യാതൊരു വിലയുമില്ലാത്തൊരു കാലമായിരുന്നു. പണ്ട് നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്, ബാലപാടി. ആദ്യം ബാലപാടി എന്നാണ് നമ്മൾ ഇന്നത്തെ അംഗൻവാടിക്ക് പേര് കിട്ടിയത്. രണ്ടാമത് അംഗൻവാടിയായി, മൂന്നാമത് ഇപ്പോൾ അത് പ്രീ സ്കൂളായി മാറി. ഒരുപാട് ആൾക്കാർ നമ്മളെ കുറേ കാലങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ ഒത്തിരി പേരൊക്കെ അംഗൻവാടിയിലേക്ക് നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാവരും നന്നായി തന്നെ രക്ഷകർത്താക്കളും അംഗൻവാടി വർക്കേഴ്സും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി തന്നെ നമ്മുടെ അംഗൻവാടിയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിനും എനിക്ക് തോന്നുന്നു നമ്മളൊരു രാവിലെ 9 മണിക്ക് കൊണ്ടാക്കുന്നതിനും അതോടൊപ്പം തന്നെ അവരെ തിരിച്ച് 3:30 മണിക്ക് തിരിച്ച് കൊണ്ടുപോകുന്നതിനും ഒക്കെ നന്നായി നമ്മളെല്ലാം സ്കൂളൊക്കെ വിട്ട് വരുന്നത് പോലെ നന്നായി നമ്മുടെ രക്ഷകർത്താക്കളൊക്കെ അതിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. കല്ലുവാതുക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാന്തിനി സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിച്ചു. നമുക്കറിയാം, നമ്മുടെ കണ്ണിനും കുളിർമ നൽകുന്നതും കാതിന് ഇമ്പം നൽകുന്നതും മനസ്സിന് സന്തോഷം നൽകുന്നതുമായ ഈ കല്ലുവാതുക്കൽ പഞ്ചായത്ത് കണ്ട ഏറ്റവും വലിയൊരു കലോത്സവമാണ് ഇന്നത്തെ ഈ അംഗൻവാടി കലോത്സവം. ഇത്രയും നല്ല രീതിയിൽ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഞാൻ 15 വർഷമായി, ഇത്രയും നാളും ഞങ്ങളൊക്കെ വന്ന് 15-20 വർഷമായെങ്കിലും ഇത്രയും നല്ല രീതിയിൽ ഒരു കലോത്സവം നടത്താൻ നമ്മളെ സഹായിച്ച നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇതിലെ ഓരോ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തി 3 വയസ്സ് വരെ ഇങ്ങോട്ട് വളർത്തിയതേ ഉള്ളൂ. ഇത് വളർത്തിയതും അവരെ ഇത്രയും കലാപരമായ കഴിവുകളെ കണ്ടെത്തി ഈ സ്റ്റേജിൽ വിവിധ പരിപാടികളോടുകൂടി കൊണ്ടെത്തിച്ച നമ്മുടെ അംഗൻവാടി ടീച്ചർമാർ, ഹെൽപ്പർമാരാണ്. അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കുക. കാരണം നിങ്ങൾക്കറിയാം, നമുക്ക് പല കലോത്സവങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനെല്ലാം ലക്ഷങ്ങൾ ചെലവാക്കി മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെലവാക്കി പോകുന്ന കലോത്സവങ്ങൾ മുതിർന്ന കുട്ടികളാണ്. പക്ഷേ ഈ 2.5 വയസ്സിൽ മുതൽ 3.5 വയസ്സ് വരെയുള്ള ഈ കുട്ടികളെ ഇത്രയും നല്ല രീതിയിൽ പ്രകടനം നടത്താൻ സഹായിച്ചത് എന്തു പറഞ്ഞാലും നമ്മുടെ ഈ അംഗൻവാടി ടീച്ചർമാരും അതിൻ്റെ ഹെൽപ്പർമാരും അതിലുപരി നിങ്ങൾ മാതാപിതാക്കളുമാണ്. അവർക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പ്രകടനങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കല്ലുവാതുക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമാൻ പി പ്രതീഷ് കുമാർ അധ്യക്ഷയായ ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു ലക്ഷ്മണൻ, ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആഷ ടീച്ചർ, ചാവർക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം വിജയൻ എന്നിവർ ആശംസ അറിയിച്ചു. അപ്പോൾ ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ പരിപാടിയാണ്. ഇന്ന് രാവിലെ തുടങ്ങാൻ അല്പം 9 മണിക്ക് പറഞ്ഞ് തുടങ്ങാൻ അല്പം വൈകിയെങ്കിലും നമ്മൾ സാധാരണ നടത്തുമ്പോൾ ഇളംകുളം കുഞ്ഞുമുള്ള സ്മാരകത്തിലോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിലോ ഒക്കെ നടത്തിയിട്ടുള്ള പരിപാടികൾ നമ്മളെല്ലാം കണ്ടു. പക്ഷെ അതിലൊക്കെ വിഭിന്നമായിട്ട് ഈ വർഷം വളരെ വിപുലമായ രീതിയിൽ ഈ റോയൽ ഓഡിറ്റോറിയം നിറഞ്ഞ് കവിഞ്ഞ് രാവിലെ തൊട്ട് വന്ന ആളുകൾ വൈകിട്ട് വരെ ഈ പരിപാടി തീരുന്നതുവരെ മുഴുവൻ കുട്ടികളും രക്ഷകർത്താക്കളും അംഗൻവാടിയുടെ എല്ലാ അതിൻ്റെ വർക്കർമാരും ഹെൽപ്പർമാരുടെയൊക്കെ എല്ലാ പൂർണ്ണ സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടി ഇത്രയും ഗംഭീര വിജയമാക്കാൻ സാധിച്ചത്. രാവിലെ 9:30 മുതൽ ആരംഭിച്ച ഈ പരിപാടികൾ വളരെ കൃത്യമായി സമാപിക്കുകയാണ്. ഇതിന് എഫർട്ട് എടുത്ത ICDS സൂപ്പർവൈസർ, പ്രത്യേകിച്ചും അംഗൻവാടി വർക്കേഴ്സും
ടീച്ചേഴ്സും അവർ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇത്ര മികവുറ്റ രീതിയിൽ നമുക്കിത് സമാപിക്കാൻ സാധിച്ചത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യഥാർത്ഥത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കേണ്ടത്. എന്നാൽ 2-2.5 വയസ്സാകുമ്പോഴേ മാതാപിതാക്കൾക്ക് വളരെ വിശ്വസ്തയോടുകൂടി കൊണ്ട് ഏൽപ്പിക്കാൻ കഴിയുന്ന 44 അംഗൻവാടികളാണ് കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഈ 44 അംഗൻവാടികളിലെയും ടീച്ചേഴ്സും അവൻ്റെ ഹെൽപ്പേഴ്സും ആ കുട്ടികളെ നിങ്ങളുടെ അടുത്ത് കൊണ്ടാക്കുമ്പോൾ രണ്ടാമതൊരമ്മയായി അവരുടെ ചേച്ചിയായി അവരെ ഇത്ര കാര്യമായി പരിപാലിച്ച് സ്നേഹിച്ച്, അത് നമ്മൾ സ്റ്റേജിലെ പ്രോഗ്രാം നടന്നപ്പോഴും കണ്ടതാണ്. ടീച്ചേഴ്സ് സൈഡിൽ നിന്ന് കളിച്ച് കാണിച്ചു കൊടുക്കുന്ന അവരോടൊപ്പം അവരെ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് നടത്തിയ ഈ പ്രവർത്തനങ്ങൾ ശലഭോത്സവം അതിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ തീർച്ചയായും വരുന്ന വർഷങ്ങളിൽ കുട്ടികൾക്ക് അവരുടെ സ്റ്റേജ് ഫിയർ മാറുന്നതിനും ഭയമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിനുമൊക്കെയുള്ള ആദ്യ പടിയായി നമ്മുടെ പാഠശാല ആരംഭിക്കുന്നത് അംഗൻവാടിയിലാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് ഒപ്പമുണ്ടാകും. ഈ ഭരണസമിതിയുടെ അവസാനത്തെ ശലഭോത്സവം അല്ലെങ്കിൽ ഈ അംഗൻവാടി കലോത്സവമാണ്. വരുന്ന ഏതാനും മാസങ്ങൾക്ക് ശേഷം പുതിയ തിരഞ്ഞെടുപ്പും നേരത്തെ പറഞ്ഞ പോലെ 15-20 വർഷമായവരൊക്കെ വീണ്ടും വരട്ടെ എന്ന ആശംസയുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ രക്ഷകർത്താക്കൾക്കും അംഗൻവാടി ടീച്ചേഴ്സിനും ഹെൽപ്പേഴ്സിനും അതുപോലെ ഈ പരിപാടി പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും കുരുന്നുകൾക്കും എൻ്റെ പേരിലുള്ള കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള ആശംസകളും നന്മയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശലഭമായി ഉയരുവാൻ മലരിനും മോഹമായി ഇതളുകൾ ചിറകുപോൽ വിരിയുവാനോ ഹൃദയമാശ കൊള്ളുകയായി. ശരിക്കും പറഞ്ഞാൽ ശലഭങ്ങളെ പോലെ ഇവിടെ പാടിയും മാടിയും ഒക്കെ നടന്ന കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവരെ പോലെ കുറച്ച് നേരമെങ്കിലും നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലൊന്നുള്ള ഒരു സാഹചര്യവും ഇല്ലായിരുന്നല്ലേ. ഇപ്പോൾ പുതിയ നല്ല നല്ല ഡ്രസ്സുകളിലും കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്ന കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ പഴയ കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച കല്ലുവാതുക്കൽ പഞ്ചായത്തിലെ ഭരണസമിതിക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലോക്കിലും ഇതുപോലെ മത്സരം നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പഞ്ചായത്തുകളിലെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലോക്കിൽ വെച്ചുണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള എല്ലാ നല്ലവരായ കൂട്ടുകാരെ നമുക്ക് അവിടെ വെച്ച് കാണാമെന്നും വിജയാശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമുക്കറിയാം, ഈ കഴിഞ്ഞ 2 ദിവസമായി ഇന്നലെ നമുക്കെല്ലാം സത്യം പറഞ്ഞാൽ ഈ വേദിയിലിരിക്കുന്നവരെല്ലാം അവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന ടീച്ചർമാരും സൂപ്പർവൈസർ അടക്കം ഈ വേദിയിലുള്ള എല്ലാവരും ഇന്നലെ കരഞ്ഞ ദിവസമാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ഇന്ന് എല്ലാവർക്കും സന്തോഷമുള്ള ദിവസമായി. കാരണം ഇന്നലെ കരഞ്ഞു എന്ന് പറയാൻ കാരണം നമുക്കറിയാം, ഇന്നലെ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവമായിരുന്നു. നമ്മളെ ഈ മക്കളെ നോക്കുന്ന കണക്കല്ല അവർ, ഒരുപാട് വ്യത്യസ്തമാണ്. ആ അച്ഛനമ്മമാരുടെ അവരോടുള്ള ആ വാത്സല്യവും ആ കുഞ്ഞുങ്ങളുടെ ഈ വേദിയിലെ പെർഫോമൻസും അവരാൽ കഴിയുന്ന ഡാൻസും പാട്ടും എല്ലാം അവസാനം അവർ മടങ്ങിപ്പോകുമ്പോൾ പോലും നമുക്ക് കണ്ണ് നിറയാതെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ ഇന്ന് അതൊന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ മക്കളെല്ലാം ആടിയും പാടിയും കളിച്ചും ചിരിച്ചും എല്ലാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അവരുടെ അച്ഛനമ്മമാരും സഹോദരങ്ങളും അപ്പൂപ്പനും അമ്മുമ്മയും എല്ലാവരും ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി എത്തിച്ചേർന്നു. അപ്പോൾ ഇതിൻ്റെ സംഘാടക സമിതി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സൂപ്പർവൈസർ എൻ്റെ അടുത്ത് പറഞ്ഞത് കുറഞ്ഞത് 1000 പേരെങ്കിലും കാണുമെന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ മുൻ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മാക്സിമം പോയാൽ 500 പേര്. അതായിരുന്നു നമ്മുടെ ഒരു കൺസെപ്റ്റ്. അപ്പം നമ്മൾ ടീച്ചർമാരുമായിട്ടെല്ലാം ചോദിച്ചപ്പോഴും പറയുന്നത് ഇപ്പം എന്തായാലും ഒരു കുട്ടിയോടുള്ള 2 പേര് വെച്ച് വരും. അങ്ങനെ വന്നാലും നമ്മൾ ഉദ്ദേശിച്ച ഒരു 500 പേരാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇന്ന് 1000 അല്ല അതിലധികം ആളുകളായിരുന്നു. അപ്പം അത്രയും നല്ലൊരു പരിപാടിയായി നമുക്കത് മാറ്റാൻ കഴിഞ്ഞു. അതിൽ നമ്മുടെ അംഗൻവാടി ടീച്ചർമാരും വർക്കർമാരും ഹെൽപ്പർമാരും സൂപ്പർവൈസറും എല്ലാം എടുത്തൊരു എക്സ്പെർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം ഈ കുട്ടികളെ നമുക്കറിയാം, സാധാരണഗതിയിൽ നമുക്കടെ സ്കൂൾ യുവജനോത്സവം നടത്തിയാൽ പോലും കുഞ്ഞുങ്ങളൊക്കെ വരും നമുക്കറിയാം. പക്ഷെ ഇവർ ഇത്രയും പേരെ ഇവിടെ കൊണ്ട് എത്തിക്കുന്നതിൽ ഇവരെടുത്ത എക്സ്പെർട്ട്. പക്ഷെ അവർ പറഞ്ഞപ്പോൾ നമ്മളെല്ലാം ആ അക്ഷരം പ്രതി നമ്മളത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെല്ലാം വന്ന് ഈ ഒരു പരിപാടി
വൻ വിജയമാക്കിയത് വളരെ സന്തോഷമുണ്ട്. ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ BR ദീപ, പ്രമീള, അപ്പുക്കുട്ടൻ, അജയകുമാർ DL എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് കുട്ടികളുടെ കലാമത്സരങ്ങൾ വേദിയിൽ നടന്നു. മത്സരശേഷം വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണം നടന്നു. ഇന്നലെ നടന്ന ഭിന്നശേഷി കലോത്സവവും അതുപോലെ തന്നെ ഇന്ന് നടന്ന അംഗൻവാടി കലോത്സവവും കല്ലുവാക പഞ്ചായത്ത് കണ്ട ഏറ്റവും വലിയൊരു കലോത്സവങ്ങളിൽ ഒന്നാണ് ഇത് രണ്ടും. അതായത് 2.5 വയസ്സ് മുതൽ 3.5 വയസ്സുള്ള കുട്ടികളെയും അവരുടെ കഴിവുകളെല്ലാം കണ്ടെത്താൻ അംഗൻവാടി ടീച്ചർമാർ, ഹെൽപ്പർമാർ, അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ ഇതോട് സഹകരിച്ച് നല്ല രീതിയിൽ ഇത്രയും കളർഫുള്ളായിട്ടുള്ള മനസ്സിന് സന്തോഷവും കണ്ണിന് കുളിർമയും അതുപോലെ തന്നെ കാതുകൾക്ക് ഉമ്പവുമായി നടന്ന ഈ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും കല്ലുവാക പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ നടന്ന ഭിന്നശേഷി കലോത്സവം നമുക്കെല്ലാം അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ, അതായത് 18 തരം ഭിന്നശേഷിയിലുള്ള കലോത്സവങ്ങളാണ്. കാരണം ഒരു കുട്ടിയെ കണ്ടാൽ പോലും അത് ഭിന്നശേഷിയാണോ എന്ന് അറിയാൻ പറ്റാത്ത വിധത്തിലുള്ള കുട്ടികൾ കൂടി നമുക്കുണ്ടായിരുന്നു. അവരെല്ലാം നല്ല രീതിയിൽ ഇന്നലെ പെർഫോം ചെയ്ത് അവർക്ക് നല്ല അനുഭവങ്ങളും അവരിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഇനി ഇതുപോലുള്ള കലോത്സവങ്ങളെല്ലാം കല്ലുവാക പഞ്ചായത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ പേർക്കും ഇത് ഇനിയും മേലോട്ട് ഇതേ രീതിയിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇനിയുള്ള കലോത്സവം ഞങ്ങളുടെ ഈ ഭരണസമിതിയിലെ ലാസ്റ്റ് കലോത്സവമാണ്. എന്തായാലും അത് നല്ല കളർഫുള്ളായിട്ട് നടത്താൻ കഴിഞ്ഞതിനുള്ള ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗൻവാടികളുടെ കലോത്സവം ശലഭോത്സവം എന്ന പേരിൽ, ശലഭോത്സവം 2025 എന്ന പേരിൽ റോയൽ ഓഡിറ്റോറിയം കുളമട വെച്ച് വളരെ വിപുലമായ രീതിയിൽ നടത്തുവാൻ സാധിച്ചു. 44 അംഗൻവാടികളിൽ നിന്ന് ഏകദേശം 400ഓളം കുരുന്നുകളാണ് ഈ കലോത്സവത്തിൽ പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ അവരുടെ രക്ഷകർത്താക്കൾ, ICDS സൂപ്പർവൈസറുടെ നേതൃത്വത്തിലും അംഗൻവാടി ടീച്ചർമാരും അതുപോലെ ഹെൽപ്പേഴ്സിൻ്റെയും സഹായത്തിൽ ഇത്ര ഏറെ മനോഹരമായ ഒരു അംഗൻവാടി ഉത്സവം ഇതുവരെ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത്രയേറെ ജനസാന്നിധ്യമായിരുന്നു, അത്രയേറെ പങ്കാളിത്തമായിരുന്നു. ഇതിന് സഹായിച്ച ഈ അംഗൻവാടി വർക്കേഴ്സിനും അതുപോലെ തന്നെ ഹെൽപ്പേഴ്സിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അത്രയേറെ കഷ്ടപ്പാട് നമ്മൾ ആ ഓരോ പ്രോഗ്രാം കാണുമ്പോഴും മനസ്സിലാകുമായിരുന്നു അവർ എത്രമാത്രം എഫർട്ട് എടുത്താണ് കുട്ടികളെ ഓരോ പ്രോഗ്രാമിനെ തയ്യാറാക്കിയത്. കുട്ടികൾ സ്റ്റേജിൽ, അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള കുട്ടികളായതുകൊണ്ട് ഇതിൽ ചില അംഗൻവാടികൾക്ക് 2-2.5 വയസ്സാകുമ്പോഴേ കുട്ടികളെ കൊണ്ടാക്കും. അപ്പോൾ അവരെ അതിനു വേണ്ടി തയ്യാറാക്കുക, അവരുടെ വീട്ടിൽ നിന്ന് സുരക്ഷിതമായി ആക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കല്ലുവാക ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി. അവരുടെ അമ്മമാർക്ക് പകരമായി ടീച്ചേഴ്സും ഹെൽപ്പേഴ്സും അമ്മമാരായി മാറി അവരെ ചേർത്ത് നിർത്തി അവരോടൊപ്പം ആടിപ്പാടി സ്റ്റേജിൽ അത് നമുക്ക് കാണുമ്പോൾ അറിയാം. അവർ നൃത്തം ചെയ്യുമ്പോൾ അവരോടൊപ്പം സൈഡിൽ നിന്ന് അത് കാണിച്ചു കൊടുത്ത് അവരെ അത്രയേറെ പ്രൊമോട്ട് ചെയ്യുന്ന അവരുടെ പ്രവർത്തനത്തെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അപ്പം ഈ പരിപാടിയുടെ വിജയത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ കലോത്സവങ്ങൾക്കായി ലോഗോ ഡിസൈൻ ചെയ്ത കുട്ടികളെ മെമന്റോ നൽകി ആദരിച്ചു. ICDS സൂപ്പർവൈസർ പ്രദീപ് നന്ദി പറഞ്ഞു. താങ്ക് യു സോ മച്ച്. എല്ലാത്തിനും നന്ദി. അപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.